ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒറുകുട്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഉത്സവം കാണാൻ പോകുന്നത്. എല്ലാവരും വിചാരിക്കും ഞാനിതേ ഒരൊറ്റ ഉത്സവം വിടുന്നില്ല. ഉത്സവം എന്ന് വെച്ചാൽ പണ്ടേ നമുക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള മൊത്തം ഉത്സവത്തിനും പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഹസ്ബൻഡ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാറയൊക്കെ കയറി പിടിച്ച് മുകളിലെത്തിയപ്പോൾ വരവിനുള്ള ആളുകൾ പോകുന്നതേ ഉള്ളൂ. നമ്മളൊട്ടും വിട്ടില്ല. അവർ പോകുമ്പോൾ തന്നെ വീഡിയോസിൽ പിടിച്ചു. മേ ബി നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാൻ സാധിച്ചില്ലെങ്കിലോ, അത്രയ്ക്കും തിരക്കുണ്ട് ഇവിടെ. വരവിൻ്റെ ടീം പോയതോടു കൂടി തന്നെ ഒട്ടുമിക്ക ആളുകൾ അതിന് പിറകെ തന്നെ പോയിട്ടുണ്ട്, വരവ് സ്റ്റാർട്ടിങ് മുതൽ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ നമ്മൾ ശാന്തമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ വ്യൂസൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. വലിയൊരു ആൽമരവും കൊടികളും കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഉത്സവത്തിൻ്റെ വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പാറയുടെ മുകളിലായതുകൊണ്ട് തന്നെ എല്ലാവരും പാറയുടെ ഓരോ ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ്സിൻ്റെ വ്യൂവിലുണ്ടല്ലോ, നല്ല രസമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല ഇവിടെയൊക്കെ കാണാൻ. കാപ്പാട് ബീച്ചിൻ്റെ എൻഡിങ്ങിലുള്ള തൂവപ്പാറ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഞാനൊരു സത്യം പറയാം, ഞാൻ ഇതുവരെ ഈ ക്ഷേത്രത്തിൻ്റെ പേര് തൂവപ്പാറ ക്ഷേത്രം, പാറമൽ ക്ഷേത്രം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണുന്നത്, ഒറുകുട്ടൻകാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനും ഈ ക്ഷേത്രത്തിൻ്റെ പേര് പരിചയപ്പെടുന്നത്. പിന്നെ നമ്മൾ ആ ലൈറ്റ്സിൻ്റെ താഴെ തന്നെ സെറ്റിൽ ചെയ്തു. അവിടെ ഇരുന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അവിടെ ചെവിയൊക്കെ പൊത്തി നിൽക്കുന്നുണ്ട്. ഒറ്റയും തട്ടിയും പടകൊക്കെ വെടിയൊക്കെ പൊട്ടുന്നുണ്ട്. വരവ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ ഇതേ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അതിനിടെ ഋത്തൂസ് അച്ഛനെയും കൂട്ടി ഒരു ചെറിയ പർച്ചേസിങ്ങൊക്കെ തുടങ്ങി. പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതേ ചെറിയ തോതിലുള്ള വെടിക്കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഈ ക്ഷേത്രം പാറയുടെ ടോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് ഇവിടെ സ്കൈ ഷോട്ടൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ തന്നെ ഉണ്ടെന്ന് പറയാം. സ്കൈ ഷോട്ടുകൾ കണ്ട് രസിക്കുന്നതിനിടയിലൂടെ ഇവിടെ പൂത്തിരിയും കത്തിക്കുന്നുണ്ട്. അങ്ങനെ സ്കൈ ഷോട്ടും വെടിക്കെട്ടും വർണ്ണ കാഴ്ചയൊക്കെ ആയിട്ട് കുറേ ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും വരവ് ഇങ്ങനെ മുമ്പോട്ടേക്ക് വരുന്നില്ല. അവിടെ കൂടി നിൽക്കുന്ന ആളുകളൊന്നും മാറി തരുന്നില്ല. പിന്നെ നമ്മളിവിടെ എന്താ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നമ്മൾ വെള്ളം പാറയുടെ താഴേക്ക് ഇറങ്ങി പിന്നെ റൗണ്ടൊക്കെ അടിച്ച് നൈസായിട്ട് വീട്ടിലേക്ക് സ്കൂട്ടായി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.